അരെ ഒരു പ്രതീക്ഷയുമില്ല. അത് നമ്മൾ കഴിഞ്ഞു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പരീക്ഷയ്ക്ക് ഇന്ന ടെൻഷൻ അടിക്കുകയാണ് ഗൈസ്. നമുക്കിന്ന് കാറ്റ് ലാബ് എക്സാമാണ്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ബാച്ചാണ്. 11:30ക്കാണ് എക്സാം. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം ഇന്നത്തെ ലാബ് എക്സാമിന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പറ്റുമെന്നൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോളേജ്. നമ്മൾ കോളേജിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസ്. ഗൈസ് വർഷം എനിക്ക് പറഞ്ഞു തരാമെന്ന് അപ്പോൾ ഗൈസ് ലാബ് എക്സാം കഴിഞ്ഞു. എനിക്ക് 2:30 തീരണ്ടായിരുന്നു, പക്ഷേ നേരത്തെ കഴിഞ്ഞു. സിമ്പിൾ സാധനമാണ് കിട്ടിയത്. പക്ഷേ വൈവ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അറിയാവോ? അങ്ങനെ എല്ലാം അറിയില്ല സാർ. പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് സാർ. എനിക്കൊന്നും ഓർമ്മയില്ല. മിസ് അങ്ങനെയാണോ? ഞാൻ അങ്ങനല്ലേ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. എന്നിട്ട് വേറെന്തോ ചോദിച്ചപ്പോൾ ഞാൻ വേറെന്തോ പറഞ്ഞു. അപ്പം മിസ് അപ്പം ഇതെന്താ? ഞാൻ പറഞ്ഞു അതായിരുന്നു ഇത് ഇതൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാവം മിസ്സാണെന്നാ തോന്നുന്നത്. മിസ്സിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടും. ആ ഗൈസ് നമ്മൾ മന്തി ഓർഡർ ചെയ്ത്. ഗൈസ് എൻ്റെയും ജുവലിൻ്റെയും എക്സാം കഴിഞ്ഞു. എനിക്ക് ഇനിയും വരണം ഗൈസ്. എനിക്കിനി 29-ാം തീയതി വരണം. ജുവൽ നിനക്ക് ജുവലിന് ഓണേഴ്സ് എക്സാം ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എക്സ്റ്റേണൽ മിസ് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ എടുക്കുന്നത് മോശമായിട്ട് അതെനിക്ക് പേടിയുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കോളേജിൽ ബെൻസൊക്കെ ഉണ്ട്. കണ്ടോ? വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻസൊക്കെ കാണാം. ഞങ്ങളുടെ കോളേജിൽ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകാശത്തൂടെ എപ്പോഴും എയറോപ്ലെയിൻ പോകുന്നത് കാണാം. ഗൈസ് കുറേ പേര് നമ്മുടെ കോളേജിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കോളേജിൽ വരാനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ കോളേജിൽ വരാനായിട്ട് നിൽക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ സെൻറ്ററിലായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് കടകളിലാണേലും ഇവിടെ അടുത്ത് പരിപാടിയൊക്കെ എപ്പോഴും ഉണ്ടാവും, കോൺസേർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവും, പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ കോളേജിൽ ക്യാമ്പസ് കുറവാണ്. എങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ട്. ബാക്കി പരിപാടിയൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് എനിക്ക് അടുത്ത ലാബ് എക്സാം നാളെയാണ് ഇതിൻ്റെ ഉള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ലാബിൻ്റെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റ് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഈ ലാബിനെ കുറിച്ച് എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ഞാനാണല്ലോ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം പറ്റുമായിരിക്കാം, നോക്കാം. കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ടിപ്സൊക്കെ എടുക്കുന്നതാണ്. കുറേ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് വർഷം ഫുൾ ടെൻഷൻ. ആദ്യത്തെ പരീക്ഷയ്ക്ക് ഇന്ന ടെൻഷൻ അടിക്കുകയാണ്. എന്തൊക്കെയൊക്കെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ ലാബിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാബ് യൂണിഫോം കേട്ടോ. ഇങ്ങനെ കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല. പുതിയ പിള്ളേർക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ അല്ലേ. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ സിവിൽ എഞ്ചിനീയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നീല കളർ യൂണിഫോം 3 വർഷം വേണം. അടുത്ത വർഷം നിങ്ങൾക്ക് വെള്ളക്കോട്ടിടാം. നാളെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തൂത്തുവാരി അയ്യത്തെറിഞ്ഞ്. പരീക്ഷയല്ലേ ഇന്ന്? എന്താണ് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്? ചിരിക്കാതെ പഠിച്ച ആണ് ലിൻസി ഇപ്പോഴത്തെ അവസ്ഥ. എന്തിന് ടെൻഷൻ? ശരി, വർഷം നാളെ പരീക്ഷയല്ലേ? എന്താ പറയാനുള്ളത്? നാളെ പരീക്ഷയ്ക്ക് വർഷം ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. ഇതാണ് നമ്മുടെ GT ലാബ്. പക്ഷെ നമുക്ക് നടക്കുന്നത് TE ലാബ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷയുള്ള ആൾക്കാരെയാണ്. പരീക്ഷയെ കുറിച്ച് എന്താ അഭിപ്രായം? ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ ലാബ് ഇവിടെ ഈ ലാബിൻ്റെ എക്സാമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എക്സാം എഴുതാൻ പോകുന്നതിൽ എന്താ അഭിപ്രായം? വളരെ ഒരു പ്രതീക്ഷയുമില്ല. അത് നമ്മൾ കഴിഞ്ഞു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.
നാളത്തെ പരീക്ഷയോട് എന്താ താല്പര്യം? ഇന്ന് എനിക്ക് എക്സാമാണ്, ഇന്ന് എൻ്റെ ലാബ് എക്സാമാണ്. ഇന്നലെ എനിക്ക് അസിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എക്സ്പെരിമെന്റ് ലാബ് എക്സാം ആണ് ഗൈസ്. എന്നാണ് എൻ്റെ ലാബ് എക്സാം വരുന്നത്. ഇന്നും കൂടെ ആകുമ്പോൾ എനിക്ക് ഒഫീഷ്യലി ഈ യൂണിഫോം ഒരുക്കി വന്നിട്ട് വെക്കേഷൻ ആഘോഷിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് താങ്കൾക്ക് എനിക്ക് ഇമ്പാക്റ്റേ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ഭയങ്കര ലക്കാണ് എനിക്ക്, അതുകൊണ്ട് ഇമ്പാക്റ്റേ എനിക്ക് കിട്ടുള്ളൂ. പിന്നെ എക്സാം ഒക്കെ കൊള്ളായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഇമ്പാക്റ്റേ കിട്ടൂ എന്ന് പറഞ്ഞ് കയറി ഇമ്പാക്റ്റ് തന്നെ എനിക്ക് കിട്ടി. എടാ മിസ് എന്തൊക്കെയോ കുറേ മിസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണെന്ന് തോന്നുന്നു. മിസ് എന്നെ ഇന്നലെ വിളിച്ചിട്ട് പേരെന്താന്നൊക്കെ ചോദിച്ചു. ഫാനാണെന്നാണ് തോന്നുന്നത്. നീ കാണുമോ ഇതൊക്കെ? മിസ് കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു എസ് ഇട്ടേക്കണേ. ഇന്ന് മുതൽ ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറെ നാളുണ്ടെന്ന് തോന്നുന്നില്ലേ? ഒരു മാസം വെക്കേഷൻ ഉണ്ട് ഗൈസ്. എന്താ പറയുക, അന്ന് ഇന്റേൺഷിപ്പിലൊക്കെ പോകണം നമുക്ക്.